പ്രതിവർഷം 300 മില്യൺ മെഗാവാട്ട് വൈദ്യുതി. ത്രീ ഗോർജസ് അണക്കെട്ടിനേക്കാളും മൂന്നിരട്ടി ശേഷി. ടിബറ്റൻ തീരഭൂമിയുടെ കിഴക്കൻ അരികിൽ $137 മില്യൺ ചെലവിൽ അല്ലെങ്കിൽ 116 ലക്ഷം കോടി ചെലവിൽ ബ്രഹ്മപുത്ര അഥവാ യാർലുങ് സാംപോ നദിയിൽ ചൈനയുടെ ഹിമാലയൻ ഡാം വരുന്നു. ചൈനയുടെ ഈ പടുകൂറ്റൻ ഡാം ഇന്ത്യക്കും ബംഗ്ലാദേശിനും എട്ടിൻ്റെ പണിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ പുതിയ ഭീഷണിയുമായി ചൈന ടിബറ്റിൽ വന്നിരിക്കുന്നു. ഇതിനു മുമ്പ് ലോകത്തെ തന്നെ ചൈന വിറപ്പിച്ചിരുന്നു. എന്തിന്, ഈ ഭൂമിയെ തന്നെ. ലോകത്തിലെ ഏറ്റവും വലിയ ഡാം നിർമ്മിച്ചത് ചൈനയാണ്, ത്രീ ഗോർജസ് ഡാം. ഈ ഡാം കാരണം ഭൂമിയുടെ ഭ്രമണവേഗത 0.06 മൈക്രോൺ സെക്കൻഡ് കുറച്ച് ദിവസത്തിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നു എന്നാണ് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 175 മീറ്റർ ഉയരത്തിലാണ് ത്രീ ഗോർജസ് ഡാമിലെ വെള്ളമുള്ളത്. ഇതിന് 39 ലക്ഷം കോടി കിലോഗ്രാം ഭാരമുണ്ട്. 40 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഈ ഡാമിലുള്ളത്. സമുദ്രനിരപ്പിന് മുകളിലുള്ള ഈ വെള്ളത്തിൻ്റെ ഭാരം ഭൂമിയുടെ ജഡത്വം വർദ്ധിപ്പിക്കുന്നതാണ്. ഭൂമിയുടെ ഭ്രമണവേഗത കുറയ്ക്കാൻ കാരണമാകുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതാ ത്രീ ഗോർജസിനേക്കാൾ മൂന്നിരട്ടി ശേഷിയിലാണ് പുതിയ ഡാമിൻ്റെ നിർമ്മാണം. ഈ ഡാം പണിയുന്നത് ചൈനീസ് പ്രദേശത്താണ്. ഹിമാലയത്തിൽ നിന്ന് തുടങ്ങി ടിബറ്റിൽ നിന്ന് തെക്കോട്ടൊഴുകി ഇന്ത്യയിലെ അരുണാചൽ പ്രദേശ്, ആസാം എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്ന് ഒടുവിൽ ബംഗ്ലാദേശിൽ എത്തുന്ന നദിയാണ് യാർലുങ് സാംപോ. ഇന്ത്യയിൽ എത്തുമ്പോൾ ഇത് ബ്രഹ്മപുത്രയും ബംഗ്ലാദേശിൽ ഇത് ജമുനയും ആകുന്നു. അരുണാചൽ പ്രദേശിൽ എത്തുന്നതിനു മുമ്പ് നദി മൊഡോക്കോവയിൽ നദി യു-ടേൺ എടുക്കുന്ന ബെൻഡിലാണ് ഡാം പണിയുവാൻ ചൈന തീരുമാനിച്ചിരിക്കുന്നത്. ചൈനയിൽ ഈ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശവുമാണ്. ഇത് ചൈനയിലെ കാർബൺ കുറയ്ക്കുന്നതിനും നിരവധി തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും ചൈനയിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിനുമാണ് എന്നാണ് ചൈനയുടെ വാദം. എന്നാൽ ഇതിലെ ഗൂഢലക്ഷ്യം മറ്റൊന്നാണ്. യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയെ ഡാം തുറന്നുവിട്ട് ഇന്ത്യയെ നശിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യമുണ്ട് എന്നതാണ് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധർ പറയുന്നത്. എന്നാൽ അതിന് മറുമരുന്നായി ഇന്ത്യ അരുണാചൽ പ്രദേശിൽ ഡാം പുതിയതായി പണിയുന്നുമുണ്ട്. അഥവാ ചൈന ജലം തുറന്നുവിട്ടാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഡാം പണിയുന്നത്. ഇന്ത്യ പണിയുന്ന ഡാം 11,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വലിയ പദ്ധതിയാണ്. അതുപോലെ തന്നെ 2-3 ഡാമുകൾ ഇന്ത്യ പണിയുന്നുമുണ്ട്. ബ്രഹ്മപുത്ര നദി ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും ജലപ്രവാഹമുള്ള നദിയാണ്. കാരണം ചൈനയിൽ ഇതിൻ്റെ ജലപ്രവാഹം സെക്കൻഡിൽ 5000 ക്യൂബിക് മീറ്റർ ആണ്. എന്നാൽ ഇന്ത്യയിലെത്തുമ്പോൾ ഈ നദിക്ക് സെക്കൻഡിൽ 20,000 ക്യൂബിക് മീറ്റർ ആകും. കാരണം ടിബറ്റിലെ യാർലുങ് സാംപോ നദിയുടെ പോഷക നദി സിയാങ് ഒഴുകുന്നത് ഇന്ത്യയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ചൈന ഇന്ത്യക്ക് ജലം നൽകിയില്ലെങ്കിലും ഇന്ത്യയിൽ പണിയുന്ന ഡാമിന് ജലം ലഭിക്കുന്നതാണ്. ഈ ഡാം പണിയുന്നത് കൊണ്ട് ഇന്ത്യയേക്കാൾ അധികം ബാധിക്കാൻ പോകുന്നത് ടിബറ്റിൽ താമസിക്കുന്ന പൂർവിക ജനങ്ങളെയാണ്. ഇതാണ് ഇതിലെ ഗൂഢലക്ഷ്യം. ഈ ഡാം പണിയുമ്പോൾ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം ഒഴിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുന്ന തദ്ദേശ ജനങ്ങളുടെ അംഗസംഖ്യ കുറയുകയും ചൈനയിലെ ഭൂരിപക്ഷ ജനങ്ങളായ ഹാൻ വംശജരെ കൊണ്ട് ഇറക്കുകയും ചെയ്യുന്ന പ്ലാനായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇതിനു പുറമെയാണ് മറ്റുള്ള രാജ്യങ്ങൾക്ക് ബാധിക്കുന്നത് എന്നു കരുതാം. ഈ ഡാം പണിയുന്നത് മൂലം വളരെയധികം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഇവിടെ 60,000 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുവാൻ പോകുന്നത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാമായ ത്രീ ഗോർജസ് ഡാമിൽ നിന്ന് 20,000 മെഗാവാട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ഈ ഡാമിനേക്കാളും മൂന്നിരട്ടിയാണ് ഈ പദ്ധതി. കേരളത്തിലെ ഡാമായ ഇടുക്കി ഡാമിൽ നിന്ന് 750 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാം എത്രയും വലിയ ഡാമാണ് അവർ പണിയുന്നത് എന്ന്. ഏറെ കാലമായി ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ കാരണം ഇരു രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തിലല്ല പോയിരുന്നത്. ചൈനയുടെ എക്കാലത്തെയും നയമെന്നത് ഇന്ത്യ മാത്രമല്ല, അവർക്ക് മറ്റുള്ള രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കടന്നു ചെല്ലുന്ന മറ്റുള്ള രാജ്യങ്ങളുടെ ഭൂപ്രദേശങ്ങളിൽ 2 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുകയും 1 സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ലഡാക്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ ആയുധമില്ലാതെ തന്നെ തമ്മിൽ യുദ്ധം ചെയ്ത സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും അവസാനം ലഡാക്കിലെ ഡബ്സോങ്, ഡബ്സ്റ്റോക്ക് മേഖലകളിൽ നിന്ന് ഇന്ത്യ ചൈന സൈനികർ പൂർണ്ണമായും ഇരു രാജ്യങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ബഹിരാകാശ സ്ഥാപനമായ
മാക്സർ ടെക്നോളജി പുറത്തുവിട്ടിട്ടുമുണ്ട്. എന്നിരുന്നാലും ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അയൽരാജ്യം തന്നെയാണ്